ശാന്തി 28/6/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തൻ്റെ ഉന്നതിക്ക് വേണ്ടി ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തൻ്റെ കണക്ക് നോക്കൂ, പരിശോധിക്കൂ. നമ്മൾ മുഴുവൻ ദിവസത്തിലും ആർക്കും ദുഃഖം നൽകിയില്ലല്ലോ. ചോദ്യം: മഹാസൗഭാഗ്യശാലികളായ കുട്ടികളിൽ ഏതൊരു ധീരത ഉണ്ടായിരിക്കും? ഉത്തരം: ആരാണോ മഹാസൗഭാഗ്യശാലികൾ, അവർ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കഴിയുമ്പോഴും സഹോദരങ്ങളായി കഴിയും. സ്ത്രീ പുരുഷനാണ് എന്ന ബോധം ഉണ്ടായിരിക്കില്ല, ഉറച്ച നിശ്ചയബുദ്ധിയായിരിക്കും. മഹാസൗഭാഗ്യശാലികളായ കുട്ടികൾ ഉടൻ മനസ്സിലാക്കുന്നു, ഞാനും സ്റ്റുഡൻ്റാണ്, ഇന്ന ആളും സ്റ്റുഡൻ്റാണ്, സഹോദരി സഹോദരനായി കഴിഞ്ഞു. എന്നാൽ ഈ ധീരത ഉണ്ടായിരിക്കുന്നത് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ഗീതം: മുഖം നോക്കൂ പ്രാണി. ഓം ശാന്തി. ഈ കാര്യം ദിവസവും ബാബ കുട്ടികളെ മനസ്സിലാക്കിക്കുന്നു. ഉറങ്ങുന്ന സമയത്ത് തൻ്റെ കണക്ക് ഉള്ളിൽ നോക്കണം. ആർക്കും ദുഃഖം നൽകിയില്ലല്ലോ. എത്ര സമയം ബാബയെ ഓർമ്മിച്ചു? മുഖ്യമായ കാര്യം ഇതാണ്. ഗീതയിലും പറയുന്നുണ്ട്, തൻ്റെ ഉള്ളിൽ നോക്കൂ, നമ്മൾ എത്ര തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി. മുഴുവൻ ദിവസവും തൻ്റെ മധുരമായ ബാബയെ എത്ര സമയം ഓർമ്മിച്ചു? ഒരു ദേഹധാരിയെയും ഓർമ്മിക്കുവാൻ പാടില്ല. സർവ ആത്മാക്കളോടും പറയുന്നു, തൻ്റെ പിതാവിനെ ഓർമ്മിക്കൂ. ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. എവിടേക്കാണ് പോകേണ്ടത്? ശാന്തിധാമത്തിലേക്ക് പോയ ശേഷം പുതിയ ലോകത്തിലേക്ക് പോകണം. ഇത് പഴയ ലോകമാണല്ലോ. ബാബ വരുമ്പോഴാണ് സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ സംഗമയുഗത്തിൽ ഇരിക്കുന്നു. ഇതും വണ്ടറാണ്. സംഗമയുഗത്തിൽ വന്ന് സ്റ്റീമറിൽ ഇരുന്ന ശേഷം ഇറങ്ങിപ്പോകുന്നു. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിൽ പുരുഷോത്തമൻ ആകുന്നതിനു വേണ്ടി വന്ന് തോണിയിൽ ഇരിക്കുന്നു, അക്കരെ പോകുന്നതിനു വേണ്ടി. പിന്നെ പഴയ കലിയുഗീയ ലോകത്തിൽ നിന്നും മനസ്സിനെ മാറ്റേണ്ടതുണ്ട്. ഈ ശരീരത്തിലൂടെ കേവലം പാർട്ട് അഭിനയിക്കണം. ഇപ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു പോകണം. മനുഷ്യർ മുക്തിക്ക് വേണ്ടി എത്ര തലയിട്ടടിക്കുന്നു, പക്ഷേ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും അർത്ഥം മനസ്സിലാക്കുന്നില്ല. ശാസ്ത്രങ്ങളിലെ ഈ വാക്ക് കേൾക്കുക മാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എന്ത് വസ്തുവാണ്, ആരാണ് നൽകുന്നത്, എപ്പോൾ നൽകുന്നു, ഇതൊന്നും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ വരുന്നത് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് നൽകുന്നതിന് വേണ്ടിയാണ്. അതും ഒരു തവണയല്ല, അനേകം തവണ, അവസാനമില്ലാത്ത അത്രയും തവണ നിങ്ങൾ മുക്തിയിൽ നിന്നും ജീവൻ മുക്തിയിലേക്കും പിന്നീട് ജീവൻ ബന്ധനത്തിലേക്കും വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞു, നമ്മൾ ആത്മാവാണ്. ബാബ കുട്ടികളായ നമുക്ക് വളരെയധികം ശിക്ഷണങ്ങൾ നൽകുന്നു. നിങ്ങൾ ഭക്തിമാർഗത്തിൽ ദുഃഖത്തിൽ ഓർമ്മിച്ചിരുന്നു, പക്ഷേ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തൻ്റെ തിരിച്ചറിവ് നൽകിയിരിക്കുന്നു, എങ്ങനെ എന്നെ ഓർമ്മിക്കണം എന്ന്. അപ്പോൾ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ഇപ്പോൾ വരെയും എത്ര വികർമ്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് തൻ്റെ കണക്ക് വയ്ക്കുന്നതിലൂടെ അറിയുവാൻ കഴിയും. ആര് സേവനത്തിൽ മുഴുകിയിരിക്കുന്നുവോ അവർക്ക് അറിയുവാൻ കഴിയുന്നു. കുട്ടികൾക്ക് സേവനത്തിൻ്റെ താല്പര്യമുണ്ട്. പരസ്പരം ഒത്തുചേർന്ന് സേവനത്തിനുള്ള നിർദ്ദേശങ്ങൾ കണ്ടെത്തുന്നു. മനുഷ്യരുടെ ജീവിതം വജ്രതുല്യമാക്കുന്നതിന് വേണ്ടി. ഇത് എത്ര പുണ്യത്തിൻ്റെ കാര്യമാണ്. ഇതിൽ ചിലവിൻ്റെയോ മറ്റോ കാര്യമില്ല. വജ്രതുല്യം ആകുന്നതിന് വേണ്ടി കേവലം ബാബയെ ഓർമ്മിക്കണം.
പൊഖരാജ് പരി, സബ്ജ് പരി എന്ന് ഏതെല്ലാം പേരുകളുണ്ടോ അത് നിങ്ങളാണ്. എത്ര ഓർമ്മയിലിരിക്കുമോ അത്രയും വജ്രതുല്യമായി മാറും. ചിലർ മാണിക്യം പോലെയും ചിലർ പുഷ്യരാഗം പോലെയും ആകും. നവരത്നങ്ങൾ ഉണ്ടല്ലോ. ഏതെങ്കിലും ഗ്രഹപ്പിഴ ഉണ്ടാകുന്നു എങ്കിൽ നവരത്നങ്ങളുടെ മോതിരം അണിയുന്നു. ഭക്തിമാർഗത്തിൽ വളരെയധികം രക്ഷാ കവചങ്ങൾ നൽകുന്നു. ഇവിടെയാകട്ടെ എല്ലാ ധർമ്മങ്ങളിലുള്ളവർക്കും വേണ്ടി ഒരേ ഒരു രക്ഷാ കവചമാണ് മന്മനാഭവ. കാരണം ഗോഡ് ഇസ് വൺ. മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിനും മുക്തിയും ജീവൻ മുക്തിയും നേടുന്നതിനുള്ള പുരുഷാർത്ഥം ഒന്ന് തന്നെയാണ്. കേവലം ബാബയെ ഓർമ്മിക്കണം. പ്രയാസത്തിൻ്റെ ഒരു കാര്യവുമില്ല. ചിന്തിക്കണം, എനിക്ക് എന്തുകൊണ്ട് ഓർമ്മ നിലനിൽക്കുന്നില്ല? മുഴുവൻ ദിവസത്തിലും ഇത്രയും കുറച്ച് എന്തുകൊണ്ടാണ് ഓർമ്മിച്ചത്? ഈ ഓർമ്മയിലൂടെ നമ്മൾ എവർ ഹെൽത്തിയും നിരോഗിയും ആകും എന്നിരിക്കെ എന്തുകൊണ്ട് തൻ്റെ ചാർട്ട് വെച്ച് ഉന്നതി നേടിക്കൂടാ? 2-4 ദിവസം ചാർട്ട് വെച്ച ശേഷം മറന്നു പോകുന്ന ധാരാളം പേരുണ്ട്. ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുക വളരെ സഹജമാണ്. പുതിയ ലോകത്തെ സത്യയുഗമെന്നും പഴയതിനെ കലിയുഗമെന്നും പറയുന്നു. കലിയുഗം മാറി സത്യയുഗം ഉണ്ടാകും. പരിവർത്തനം ഉണ്ടാകുന്നു. അതിനാലാണ് നമ്മൾ മനസ്സിലാക്കിച്ചു തരുന്നത്. അതേ നിരാകാരനായ ബാബ നമ്മളെ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഉറച്ച നിശ്ചയം പോലും പല കുട്ടികൾക്കുമില്ല. ബ്രാഹ്മണരാണല്ലോ ബ്രഹ്മകുമാർ കുമാരിമാർ എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? സമ്പത്ത് എവിടെ നിന്നും ലഭിക്കും? അഡോപ്ഷൻ ഉണ്ടാകുന്നത് എന്തെങ്കിലും പ്രാപ്തി ഉണ്ടാകുമ്പോഴാണ്. നിങ്ങൾ ബ്രഹ്മാവിൻ്റെ കുട്ടികൾ ബ്രഹ്മകുമാർ കുമാരിമാർ എന്തുകൊണ്ടാണ് ആയത്? യഥാർത്ഥത്തിൽ ആയി കഴിഞ്ഞുവോ? അതോ ഇതിലും ഏതെങ്കിലും സംശയമുണ്ടോ? ആരാണോ മഹാസൗഭാഗ്യശാലികളായ കുട്ടികൾ, അവർ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചിരിക്കുമ്പോഴും സഹോദരങ്ങളായി കഴിയും. സ്ത്രീ പുരുഷന്മാരാണ് എന്ന ബോധം ഉണ്ടായിരിക്കില്ല. ഉറച്ച നിശ്ചയബുദ്ധി അല്ല എങ്കിൽ സ്ത്രീയും പുരുഷനുമാണ് എന്ന ദൃഷ്ടി മാറുന്നതിലും സമയമെടുക്കുന്നു. മഹാസൗഭാഗ്യശാലികളായ കുട്ടികൾ ഉടൻ മനസ്സിലാക്കുന്നു, ഞാനും സ്റ്റുഡൻ്റാണ്, ഇതും സ്റ്റുഡൻ്റാണ്, അപ്പോൾ സഹോദരനും സഹോദരിയുമായി. ഈ ധീരത ഉണ്ടാകുന്നത് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ആത്മാക്കളെല്ലാം തന്നെ സഹോദരങ്ങളാണ്. പിന്നെ ബ്രഹ്മകുമാർ കുമാരിമാർ ആകുന്നതിലൂടെ സഹോദരനും സഹോദരിയുമാകുന്നു. ചിലരാകട്ടെ ബന്ധനമുക്തവുമാണ്. എന്നിട്ടും കുറച്ചൊക്കെ ബുദ്ധി പോകുന്നു. കർമാതീത അവസ്ഥ ഉണ്ടാകുന്നതിന് സമയമെടുക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. യാതൊരു പ്രശ്നങ്ങളും പാടില്ല. നമ്മൾ ആത്മാക്കൾ പഴയ ശരീരവും മറ്റും ഉപേക്ഷിച്ച് ഇപ്പോൾ ബാബയുടെ അടുക്കിലേക്ക് പോകുന്നു. നമ്മൾ എത്ര പാർട്ട് അഭിനയിച്ചിരിക്കുന്നു. ഇപ്പോൾ ചക്രം പൂർത്തിയാകുന്നു. ഇങ്ങനെയെല്ലാം സ്വയം തന്നോട് സംസാരിക്കേണ്ടതുണ്ട്. എത്രത്തോളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അത്രയും ഹർഷിതവുമായിരിക്കും. എത്രത്തോളം നമ്മൾ ലക്ഷ്മി നാരായണനെ വരിക്കാൻ യോഗ്യമായി എന്ന് തൻ്റെ പെരുമാറ്റത്തിലൂടെയും കണ്ടുകൊണ്ടിരിക്കും. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ പഴയ ശരീരം ഉപേക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആക്ടേഴ്സുമാണല്ലോ, സ്വയം ആക്ടറാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മുൻപ് മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ ഈ ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. അതിനാൽ ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. പഴയ ലോകത്തോട് വൈരാഗ്യവും വെറുപ്പും വരേണ്ടതാണ്. നിങ്ങൾ പരിധിയില്ലാത്ത സന്യാസിയും രാജയോഗിയുമാണ്. ഈ പഴയ ശരീരത്തെയും ബുദ്ധി കൊണ്ട് സന്യസിക്കണം. ഇതിനോട് ബുദ്ധി ചേർക്കേണ്ടതില്ല എന്ന് ആത്മാവ് മനസ്സിലാക്കുന്നു. ബുദ്ധി കൊണ്ട് ഈ പഴയ ലോകത്തിൻ്റെയും പഴയ ശരീരത്തിൻ്റെയും സന്യാസം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആത്മാക്കൾ പോവുകയാണ്. പോയി ബാബയുമായി കൂടിക്കാഴ്ച നടത്തും. അതും ഉണ്ടാകുന്നത്
ഒരു ബാബയെ ഓർമ്മിക്കുമ്പോഴാണ്. മറ്റാരെയെങ്കിലും ഓർമ്മിച്ചു എങ്കിൽ ആ സ്മൃതി തീർച്ചയായും വരും. പിന്നെ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും, പദവിയും ഭ്രഷ്ടമായി പോകും. ആരാണോ നല്ല നല്ല സ്റ്റുഡൻസ്, അവർ തന്നോട് തന്നെ പ്രതിജ്ഞ ചെയ്യുന്നു, നമ്മൾ സ്കോളർഷിപ്പ് എടുത്തിട്ടേ പിന്മാറുകയുള്ളൂ എന്ന്. ഇവിടെയും ഓരോരുത്തർക്കും ഈ ചിന്ത ഉണ്ടായിരിക്കണം. നമ്മൾ ബാബയിൽ നിന്നും പൂർണ്ണമായും രാജ്യഭാഗ്യം എടുത്തിട്ടേ പിന്മാറുകയുള്ളൂ. അവരുടെ പെരുമാറ്റവും പിന്നെ അങ്ങനെ തന്നെയായിരിക്കും. മുന്നോട്ട് പോകവേ പുരുഷാർത്ഥം ചെയ്ത് ഗാലപ്പ് ചെയ്യണം. അതുണ്ടാകുന്നത് ദിവസവും വൈകിട്ട് തൻ്റെ അവസ്ഥ നോക്കുമ്പോഴാണ്. ബാബയുടെ അടുക്കൽ ഓരോരുത്തരുടെയും സമാചാരം വരുന്നുവല്ലോ. ബാബയ്ക്ക് ഓരോരുത്തരെയും മനസ്സിലാക്കുവാൻ സാധിക്കും. ചിലരോട് പറയും, നിങ്ങളിൽ അത് കാണപ്പെടുന്നില്ല. ഈ ലക്ഷ്മി നാരായണൻ ആകുന്നത് പോലെയുള്ള മുഖം കാണപ്പെടുന്നില്ല. പെരുമാറ്റം, ആഹാര രീതികൾ എല്ലാം നോക്കൂ. സേവനം എത്രത്തോളം ചെയ്യുന്നു, പിന്നെ എന്തായി മാറും? പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കട്ടെ എന്ന് ഹൃദയത്തിൽ മനസ്സിലാക്കും. ഇതിൽ ഓരോരുത്തർക്കും ഇൻഡിപെൻഡൻ്റായി തൻ്റെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി പഠിക്കേണ്ടതുണ്ട്. അഥവാ ശ്രീമത്തനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ പിന്നെ ഇത്രയും ഉയർന്ന പദവിയും നേടുവാൻ സാധിക്കില്ല. ഇപ്പോൾ പാസ് ആയില്ല എങ്കിൽ കൽപ്പകൽപ്പാന്തരം ആകില്ല. നമ്മൾ ഏത് പദവി നേടുന്നതിന് യോഗ്യമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകും. തൻ്റെ പദവിയുടെയും സാക്ഷാത്കാരം കണ്ടുകൊണ്ടിരിക്കും. തുടക്കത്തിലും സാക്ഷാത്കാരം കാണുമായിരുന്നു. പിന്നീട് ബാബ കേൾപ്പിക്കുന്നതിൽ നിന്നും വിലക്കുമായിരുന്നു. നമ്മൾ എന്താകും എന്ന് പിന്നീട് എല്ലാം മനസ്സിലാകും. പിന്നെ യാതൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. കൽപ്പാന്തരങ്ങളിൽ ഈ അവസ്ഥ ആയി പോകും. ഡബിൾ കിരീടധാരി ആകുവാനോ ഡബിൾ രാജ്യഭാഗ്യം നേടുവാനോ സാധിക്കില്ല. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യാനുള്ള മാർജിൻ വളരെയധികമുണ്ട്. ത്രേതയുടെ അന്തിമം വരെ 16,108 വലിയ മാല ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ നരനിൽ നിന്നും നാരായണൻ ആകാനുള്ള പുരുഷാർത്ഥം ചെയ്യാനാണ്. കുറഞ്ഞ പദവിയുടെ സാക്ഷാത്കാരമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ സമയം വെറുപ്പ് വരാൻ തുടങ്ങും. മുഖം കുനിയും. നമ്മൾ യാതൊരു പുരുഷാർത്ഥവും ചെയ്തില്ലല്ലോ. ബാബ ചാർട്ട് വയ്ക്കൂ, ഇത് ചെയ്യൂ എന്ന് എത്ര മനസ്സിലാക്കിച്ചു. അതിനാൽ ബാബ പറയുമായിരുന്നു, ഏതെല്ലാം കുട്ടികൾ വരുന്നു എല്ലാവരുടെയും ഫോട്ടോസ് വേണം. ഗ്രൂപ്പിൻ്റെയും ഒരുമിച്ചുള്ള ഫോട്ടോ വേണം. പാർട്ടികളെ കൊണ്ടുവരുന്നുവല്ലോ. പിന്നെ ഫിലിമും ഡേറ്റും എല്ലാം അതിലുണ്ടായിരിക്കണം. പിന്നീട് ബാബ പറഞ്ഞു തരും ആരാണ് വീണു പോയത് എന്ന്. ബാബയുടെ അടുക്കൽ സമാചാരങ്ങളെല്ലാം വരുന്നുവല്ലോ, പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. എത്ര പേരെയാണ് മായ വലിച്ചു കൊണ്ടുപോയത്? സമാപ്തമായി. പെൺകുട്ടികളും വളരെയധികം വീഴുന്നു. ഒറ്റയടിക്ക് ദുർഗതിയിലേക്ക് പോകുന്നു. ആ കാര്യം ചോദിക്കുകയേ വേണ്ട. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ ജാഗ്രതയോടെ ഇരിക്കൂ. മായ ഏതെങ്കിലുമൊക്കെ രൂപ ധരിച്ച് പിടികൂടുന്നു. ആരുടെയെങ്കിലും നാമരൂപങ്ങളുടെ നേർക്ക് നോക്കുക പോലും ചെയ്യരുത്. ഈ കണ്ണുകളിലൂടെ കാണുന്നുണ്ടാകും, പക്ഷേ ബുദ്ധിയിൽ ഒരു ബാബയുടെ ഓർമ്മയാണ്. മൂന്നാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നു. അതിനാൽ ബാബയെ തന്നെ നോക്കുകയും ഓർമ്മിക്കുകയും ചെയ്യൂ. ദേഹാഭിമാനം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കും. കണ്ണുകൾ താഴ്ത്തി ആരോടും സംസാരിക്കുവാനും പാടില്ല. ഇങ്ങനെ ദുർബലമായി പോകരുത്. കണ്ടുകൊണ്ടും ബുദ്ധിയുടെ യോഗം തൻ്റെ ബിലവഡായ പ്രിയതമൻ്റെ നേർക്കായിരിക്കണം. ഈ ലോകത്തെ കാണുമ്പോഴും ഉള്ളിൽ മനസ്സിലാക്കണം, ഇത് ശ്മശാനമാകേണ്ടതുണ്ട്. ഇതുമായി എന്തിന് കണക്ഷൻ വെക്കണം? നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുകയാണ്. അതിനെ ധാരണ ചെയ്ത് അതനുസരിച്ച് നടക്കണം. കുട്ടികളായ നിങ്ങൾ പ്രദർശിനിയും മറ്റും മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ 1000 തവണ മുഖത്ത് നിന്നും ബാബ ബാബ എന്ന് വരണം. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര നേട്ടമാണ് ഉണ്ടാവുക. ശിവ് ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ,
എങ്കിൽ വികർമ്മങ്ങൾ വിനാശമാകും. ശിവ് ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറും. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഇത് മറക്കാതിരിക്കൂ. ബാബയുടെ ഡയറക്ഷൻ ലഭിച്ചിരിക്കുന്നു. മന്മനാഭവ. ബാബ പറഞ്ഞിട്ടുണ്ട്, ഈ ബാബ എന്ന ശബ്ദം നല്ലവണ്ണം ഉരുവിട്ടുകൊണ്ടിരിക്കും. മുഴുവൻ ദിവസവും ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. രണ്ടാമതൊരു കാര്യവുമില്ല. നമ്പർ 1 മുഖ്യ കാര്യം തന്നെ ഇതാണ്. ആദ്യം ബാബയെ അറിയണം. ഇതിൽ തന്നെയാണ് മംഗളമുള്ളത്. ഈ 84ന്റെ ചക്രം മനസ്സിലാക്കുന്നത് വളരെ ഈസിയാണ്. കുട്ടികൾക്ക് എക്സിബിഷനിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനുള്ള വളരെയധികം താല്പര്യമുണ്ടായിരിക്കണം. അഥവാ എവിടെയെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ തൻ്റെ മുതിർന്ന സഹോദരിയെ വിളിക്കുന്നു എന്ന് പറയാം. കാരണം ഇതും പാഠശാലയാണല്ലോ. ഇതിൽ ചിലർ കുറച്ചും ചിലർ കൂടുതലും പഠിക്കുന്നു. ഇങ്ങനെ പറയുന്നതിൽ ദേഹാഭിമാനം വരേണ്ട ആവശ്യമില്ല. എവിടെ വലിയ സെന്ററുണ്ടോ അവിടെ എക്സിബിഷനും വെക്കേണ്ടതാണ്. ഗേറ്റ് വേ ടു ഹെവൻ എന്ന ചിത്രവും വെച്ചിട്ടുണ്ടാകണം. ഇപ്പോൾ സ്വർഗത്തിൻ്റെ കവാടം തുറന്നുകൊണ്ടിരിക്കുന്നു. ഈ നടക്കുവാൻ പോകുന്ന യുദ്ധത്തിന് മുമ്പേ തൻ്റെ സമ്പത്തെടുക്കൂ. ക്ഷേത്രത്തിൽ ദിവസവും പോകാറുള്ളത് പോലെ നിങ്ങൾക്ക് പാഠശാലയുണ്ട്. ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കുമെങ്കിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് സഹജമാകും. നമ്മൾ നമ്മുടെ പാഠശാലയെ എങ്ങനെ ചിത്രശാലയാക്കട്ടെ എന്ന് പരിശ്രമിക്കൂ. പുറംമോടിയും ഉണ്ടെങ്കിൽ മനുഷ്യർ വരും. വൈകുണ്ഠത്തിലേക്ക് പോകുന്നതിൻ്റെ വഴി, ഒരു സെക്കൻഡിൽ മനസ്സിലാക്കാവുന്ന വഴി. ബാബ പറയുന്നു, തമോ പ്രധാനമായവർക്ക് വൈകുണ്ഠത്തിലേക്ക് പോകുവാൻ സാധിക്കില്ല. പുതിയ ലോകത്തിൽ പോകുന്നതിനു വേണ്ടി സദോ പ്രധാനമാകണം. ഇതിൽ യാതൊരു ചിലവുമില്ല. ഏതെങ്കിലും ക്ഷേത്രത്തിലോ ചർച്ചിലോ മറ്റോ പോകേണ്ട ആവശ്യവും ഉണ്ടായിരിക്കുന്നില്ല. ഓർമ്മിച്ച് പവിത്രമായി നേരിട്ട് സ്വീറ്റ് ഹോമിലേക്ക് പോകും. ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഇംപ്യോറിൽ നിന്നും ഇങ്ങനെ പ്യോർ ആയി മാറും. ഗോളത്തിൻ്റെ ചിത്രത്തിൽ വലിയ ഗേറ്റ് ഉണ്ടായിരിക്കണം. സ്വർഗത്തിൻ്റെ ഗേറ്റ് എങ്ങനെയാണ് തുറക്കുന്നത്? എത്ര ക്ലിയർ ആണ്. നരകത്തിൻ്റെ ഗേറ്റ് അടയേണ്ടതുണ്ട്. സ്വർഗത്തിൽ നരകത്തിൻ്റെ പേരുണ്ടായിരിക്കുന്നില്ല. കൃഷ്ണനെ എത്ര ഓർമ്മിക്കുന്നു, എന്നാൽ കൃഷ്ണൻ എപ്പോൾ വരുന്നു എന്ന് ആർക്കും അറിയില്ല. ഒന്നും തന്നെ അറിയുന്നില്ല. ബാബയെ തന്നെ അറിയുന്നില്ല. ഭഗവാൻ നമ്മെ വീണ്ടും രാജയോഗം പഠിപ്പിക്കുന്നു എന്നത് ഓർമ്മയുണ്ടായിരുന്നാലും എത്ര സന്തോഷമുണ്ടാകും. നമ്മൾ ഗോഡ് ഫാദർലി സ്റ്റുഡൻ്റ് ആണ് എന്ന സന്തോഷവും ഉണ്ടായിരിക്കണം. ഇത് എന്തിനു മറക്കണം? ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മുഴുവൻ ദിവസവും മുഖത്തു നിന്നും ബാബ ബാബ എന്ന് വന്നുകൊണ്ടിരിക്കട്ടെ. എക്സിബിഷനിലും മറ്റും മനസ്സിലാക്കിച്ചു കൊടുക്കുന്ന സമയം ഏറ്റവും കുറഞ്ഞത് മുഖത്തു നിന്നും 1000 തവണ ബാബ ബാബ എന്ന് വരണം. ഈ കണ്ണുകളിലൂടെ എല്ലാം കാണുമ്പോഴും ഒരു ബാബയുടെ ഓർമ്മയുണ്ടാകണം. പരസ്പരം സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ നേത്രത്തിലൂടെ ആത്മാവിനെയും ആത്മാവിൻ്റെ അച്ഛനെയും കാണുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. വരദാനം: ഓരോ സെക്കൻഡിനെയും സങ്കല്പത്തെയും അമൂല്യ രീതിയിൽ ചിലവഴിക്കുന്ന അമൂല്യ രത്നമായി ഭവിക്കട്ടെ. സംഗമയുഗത്തിലെ ഒരു സെക്കൻഡ് പോലും വളരെ വലിയ വാല്യൂ ഉള്ളതാണ്. 1 ലക്ഷം മടങ്ങ് ആകുന്നത് പോലെയാണ്. അതേപോലെ അഥവാ ഒരു സെക്കൻഡെങ്കിലും വ്യർത്ഥമായി പോകുന്നുവെങ്കിൽ 1,00,000 മടങ്ങ് വ്യർത്ഥമായി പോകുന്നു. അതിനാൽ ഇത്രയും അറ്റൻഷൻ വയ്ക്കൂ. അപ്പോൾ അലക്ഷ്യം സമാപ്തമാകും. ഇപ്പോഴാണെങ്കിൽ കണക്കെടുക്കുന്നവർ ആരുമില്ല. എന്നാൽ അല്പം സമയത്തിനു ശേഷം പശ്ചാത്താപം ഉണ്ടാകും. കാരണം ഈ സമയത്തിന് വളരെയധികം വാല്യൂ ഉണ്ട്.
ആരാണോ തൻ്റെ ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും അമൂല്യ രീതിയിൽ ചിലവഴിക്കുന്നത്, അവർ തന്നെയാണ് അമൂല്യ രത്നം ആകുന്നത്. സ്ലോഗൻ: ആരാണോ സദാ യോഗയുക്തം, അവർ സഹയോഗത്തിൻ്റെ അനുഭവം ചെയ്ത് വിജയി ആകുന്നു. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകൂ. ആത്മാവ് എന്ന വാക്ക് സ്മൃതിയിൽ വരുമ്പോൾ തന്നെ ആത്മീയതയോടൊപ്പം ശുഭഭാവനയും വരുന്നു. പവിത്ര ദൃഷ്ടി ഉണ്ടാകുന്നു. ആരെങ്കിലും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും ഈ സ്മൃതി ഉണ്ടായിരിക്കണം: ഈ ആത്മാവ് തമോഗുണി പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ വെറുക്കുകയില്ല, അവരെ പ്രതിയും ശുഭഭാവന നിലനിൽക്കും. ഓം ശാന്തി. മെഡിറ്റേഷൻ. അന്തർമുഖമായി ഞാൻ ബാഹ്യ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുന്നു. ദിവ്യവും ചൈതന്യവുമായ എൻ്റെ ആത്മസ്വരൂപം ചിത്തത്തിൽ തെളിഞ്ഞു വരുന്നു. ഈ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ സ്ഥിരമാക്കുമ്പോൾ സത്യമായ ശാന്തിക്കും ആനന്ദത്തിനും നിദാനമായ ആത്മസ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരുന്നു. ഈ സ്ഥിതിയിൽ ശാന്തിയും സുഖവും ആനന്ദവും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ മൗലിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ആത്മസ്ഥിതിയുടെ ഈ ശ്രേഷ്ഠ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അനന്തമായ ഐശ്വര്യ സമ്പത്തുകൾ സംഗമയുഗത്തിൽ പ്രദാനം ചെയ്യുന്ന ശിവപരമാത്മാവിൻ്റെ മംഗളസ്വരൂപം എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നു. പ്രശാന്ത സുന്ദരമായ നിരാകാരി ലോകത്തിൽ നിരാകാരനായ ശിവപരമാത്മാവിൻ്റെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ഈ ദിവ്യ സാന്നിധ്യം എനിക്ക് അനന്തമായ ആനന്ദം പകർന്നു നൽകുന്നു. സർവജ്ഞനും സർവശക്തിമാനുമായ പരമാത്മാവിനോട് സ്നേഹഭാവം എൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുന്നു. ഈ സ്നേഹനിർഭരമായ ആത്മാ പരമാത്മാ കൂടിക്കാഴ്ചയിൽ ചിത്തത്തിലെ സർവ ദൗർബല്യങ്ങളും ക്ഷയിക്കുന്നു.